ഹായ് കൂട്ടുകാരെ, ഗണിതമന്ത്രം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ടീച്ചർ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നല്ലേ, തിരക്കാം. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ടീച്ചർ ചെറിയൊരു ഗിഫ്റ്റും കൂടെ തരാമെന്ന് വിചാരിച്ചു. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതാണ്. ഇതിന് മുമ്പ് 2 എണ്ണം നമ്മൾ ഉണ്ടാക്കി അല്ലേ, വൃത്തഭാഗങ്ങൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. അതുകൂടാതെ ഒരു A4 പേപ്പർ ഉപയോഗിച്ചിട്ടും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ഇതും ഒരു A4 പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഒരു വ്യത്യസ്തമായ ക്രിസ്മസ് ട്രീ ആണ്. നല്ല രസമാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ടീച്ചറിൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയും ഇതുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ട് അല്ലേ. ഇതിനടിയിൽ ടീച്ചർ ഒരു ബേസൊക്കെ കൊടുത്തു. ഇത് ശരിക്കും ട്രീ നിൽക്കുന്ന പോലെ തന്നെ തോന്നും. ഇത് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പം നിങ്ങളെ വെറും സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു രീതിയിലും കൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ, നല്ല രസമാട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ തന്നെയല്ല, നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചോദിക്കും, ഹായ് നല്ല രസമുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ടീച്ചറും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം വളരെ എളുപ്പപ്പണിയാണ് എൻ്റെ പ്രകൃതമൊക്കെ. ഏറ്റവും അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ മനോഹരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കുറേ കൂട്ടുകാർ പറയുന്നുണ്ടാവും, ടീച്ചർ എൻ്റെ കമൻറ്റിന് മറുപടി ഇട്ടിട്ടില്ലല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചനോട് ചോദിച്ചു. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാവോ, തീരെ ഒരു സമയം കിട്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. ഏതായാലും എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി എഴുതും. എൻ്റെ പ്രകൃതം അതാണ്. കാരണം ഒരാൾ പോലും നമ്മളോട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് എൻ്റേത്. എന്ത് പറഞ്ഞാലും ഒരു താങ്ക്സ് ഞാൻ പറയാറുണ്ട്, പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് കമൻറ്റിന് മുഴുവൻ മറുപടി കിട്ടും. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഒരു A4 വലിപ്പത്തിലുള്ള ചാർട്ട് പേപ്പറാണ് ടീച്ചർ എടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ കോണ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, കടല കുമ്പിളിൽ കുത്തില്ലേ, അതേപോലെ ഇങ്ങനെ കുമ്പിള് കുത്തണ പോലെ കുമ്പിള് കുത്തുക. കണ്ടോ, ഈ വലിപ്പത്തിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ അങ്ങോട്ട് ഒട്ടിക്കുക. ഫെവിക്കോൾ എടുത്താൽ മതി, കുഴപ്പമില്ല. ഫെവിക്കോളോ നിങ്ങൾ കയ്യിൽ ഇത് പെട്ടെന്ന് ഒട്ടണം എന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ലേ. ഫെവിക്കോൾ ആകുമ്പോൾ ഒട്ടി വരാൻ കുറച്ച് താമസമുണ്ട്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗമില്ലേ, ഇവിടെ റൗണ്ടിൽ കിട്ടണം, അത് നമുക്ക് വെട്ടിക്കളയാം. ടീച്ചറുടെ ഷേപ്പ് വരുത്തി നമുക്കറിയാം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അങ്ങോട്ട് ഇരിക്കും. അപ്പം നമ്മുടെ കോണ് റെഡിയായി. വൃത്തസ്തൂപിക, ചുവട് വൃത്താകൃതിയിലാണ്, അതുകൊണ്ട് ഇതിനെ വൃത്തസ്തൂപിക എന്നും പറയും. ഇനി നമുക്കിതിൽ ഒട്ടിക്കാനുള്ള പേപ്പർ റെഡിയാക്കണം. അതിനുവേണ്ടി ടീച്ചർ എടുത്തിരിക്കുന്നത് A4 ഷീറ്റാണ്. ഇത് കണ്ടോ, A4 ഷീറ്റ് ആകുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് അത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമാണ്. ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിച്ചതും ടീച്ചർ കാണിച്ചു തരാം. ഇനി ഇതും കൂടെ മാറ്റി വെക്കുകയാണ്. ഇത് നേർപകുതിയാക്കുക. ആദ്യം നോക്കൂ, നേർപകുതിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ള പേപ്പർ ഇവിടെ മടങ്ങിയാണ് ഇരിക്കുന്നത് അല്ലേ. ഈ മടക്കിൻ്റെ അവിടെ കൂടെ വെട്ടിയെടുക്കുക. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് എളുപ്പപ്പണിയുടെ ആളാണ്, ഞാൻ ഈ അരിക് ഇങ്ങനെ അങ്ങ് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനി മടക്കി നിവർത്തിയിട്ട് ഇത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ വെട്ടിക്കളഞ്ഞു. ഇനി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണോ ടീച്ചർ, എല്ലാം എളുപ്പപ്പണിയുടെ ആണോ. ഇനി വീണ്ടും ഒന്നും കൂടെ ഇതങ്ങോട്ട് മടക്കുക. നോക്കൂ, ഇങ്ങനെ മടക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ, ഇതിങ്ങനെ അങ്ങോട്ട് മുറിക്കുക. ഇങ്ങനെ മൊത്തം മുറിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്നറിയാവോ, ഇത് ഇവിടെ മുറിച്ചെടുത്താൽ മതി, നിവർത്തിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഇങ്ങനെ പെട്ടെന്ന് 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 മുറിക്കാം. ഇവിടെ ഒട്ടിക്കാനുള്ള ഭാഗം എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്യരുതേ. അപ്പം നമ്മൾ അതൊക്കെ മുറിച്ച് റെഡിയാക്കി. ടീച്ചർ അതിൻ്റെ സെൻറ്ററും കൂടെ മുറിച്ചു. അങ്ങനെ മുറിച്ചപ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ആവശ്യമായ പേപ്പർ കിട്ടി. ഇനി ചെയ്യേണ്ടത്, ഇവിടെ ഇതും കൂടെ എടുക്കുക. എടുത്തിട്ട് ഈ പേപ്പറില്ലേ, ഇതിൽ ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 2 എണ്ണം വെച്ച് നമുക്ക് 4 ഷീറ്റ് കിട്ടും. ഇതെന്ത് ചെയ്യണം അറിയാം, ഒരു ചെറിയ ഒടിവ് കിട്ടണം.
അതിന് വേണ്ടി ഇതിപ്പോൾ 2 ഷീറ്റ് ഒരുമിച്ചാണ്. ഇത് കത്രിക കൊണ്ട് തന്നെ ടീച്ചർ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വളച്ചു കൊടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾ വെട്ടിയ കത്രിക കൊണ്ട് തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ചുരുട്ടിയെടുക്കണം, അതിനൊക്കെ കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പം നമ്മൾ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കണ്ടില്ലേ, ചെറിയ ഒരു ഒടിവ് നമുക്ക് കിട്ടി. ഇനി ഇതിലൊരു ഷീറ്റ് അങ്ങോട്ട് എടുത്തു. ഇനി ഇവിടെ പച്ച കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏത് ചാർട്ട് പേപ്പറാണോ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ടീച്ചർ 2 കളർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കളർ പച്ച കൊണ്ടും ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ കളർ ടീച്ചർ എടുത്തതാണ്. അപ്പം ആദ്യം നമ്മുടെ ഫെവിക്കോൾ ഇങ്ങോട്ട് എടുക്കുക. ഫെവിക്കോൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ തേച്ച് കൊടുത്താൽ മതി. ചുറ്റോട് ചുറ്റും തേച്ചു. ഇനി ഈ ഷീറ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇവിടെ ചിലത് സ്ഥലത്ത് കുറച്ചൊരു ഇത് വരും, അത് നിങ്ങളങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യണതാണ് ഇപ്പം ടീച്ചർ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു ചുറ്റും ഒട്ടിച്ചു, കണ്ടോ. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ പശ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഈ ചാർട്ട് പേപ്പർ കൊണ്ട് നമുക്ക് ചെയ്യാം, പക്ഷേ അത് കുറച്ച് കട്ടി കൂടുതലാണ്. ഏറ്റവും എളുപ്പം നമുക്ക് ഇതുപോലത്തെ A4 ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ മൊത്തം ഈ പച്ച പേപ്പർ പൊതിഞ്ഞു. ഒരു ട്രീയുടെ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്റ്റാർ ടീച്ചർ വെട്ടിയിട്ടുണ്ട്. അപ്പം സ്റ്റാർ വെട്ടാൻ എളുപ്പമാണ്. നമ്മൾ കണക്ക് പഠിച്ച കുട്ടികളല്ലേ, 2 സമഭുജ ത്രികോണം വരച്ചാൽ മതി. ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് 2 സമഭുജ ത്രികോണം വരച്ചിട്ട് ഒരു സ്റ്റാർ വെച്ചു. നമുക്കിതിനകത്തൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി പിപ്സ്, തെർമോകോളിന്റെ ചെറിയ ഉണ്ട പോലെയുള്ള സാധനമാണ്. ഇതെല്ലാം മാന്ത്രിക പെട്ടിയാണ് കേട്ടോ. അപ്പം അതിലേക്ക് ടീച്ചർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒട്ടിക്കാൻ എളുപ്പ വഴി ഓരോന്നിലും എടുത്ത് ഒട്ടിക്കുന്നതിനേക്കാൾ നല്ലത്, ഞാൻ പറഞ്ഞില്ലേ ടീച്ചർക്ക് കുറച്ച് എളുപ്പപ്പണിയുടെ ആളാണ്. അപ്പോൾ ഇതിലിങ്ങനെ പശ തേച്ചാൽ മതി. ഇതിൽ പശ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പിപ്സ് എടുത്ത് വേഗം ഒട്ടിക്കാൻ നല്ല എളുപ്പമാണ്. ഇച്ചിരി കൂടുതൽ പശ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എവിടെയൊക്കെയാണ് പശയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒന്ന് തേച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. കൂട്ടുകാരെ, ഈ ഇത് തന്നെയാണ് ടീച്ചർ. ഇതിൻ്റെ ഒരു ഇളം പച്ച കളറാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഇതിലെടുത്തിരിക്കുന്നത് കുറച്ച് ഡാർക്കാണ്. അതിൽ അടിവശം ടീച്ചർ ചാർട്ട് പേപ്പറാണ് വെച്ചത്. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഐഡിയ മനസ്സിലായി, നിങ്ങൾക്കിത് ചെയ്യാൻ. ഇപ്പം കൂട്ടുകാർക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ മനസ്സിലായിട്ടുണ്ടാവും. ടീച്ചർ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പച്ച പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു പീസ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് കാലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഈ ചാർട്ട് പേപ്പർ ഇല്ലേ, നമ്മൾ ഈ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചാർട്ട് പേപ്പർ ചുരുട്ടിയിട്ട് പശ തേച്ച് ഒട്ടിക്കുക.
ഒട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലിങ്ങനെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾ ചെയ്താൽ മതി. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഉറച്ചു വരുന്നതേ ഉള്ളൂ, പിപ്സ് ഇങ്ങനെ വെച്ചിട്ട് ഉറച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെ വ്യത്യസ്തമാർന്ന വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കണ്ടുമുട്ടാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമാർന്ന മറ്റ് വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.